P block elements. Okay. നമ്മൾ അടുത്ത ചാപ്റ്റർ ഉണ്ടോ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സ് ഇൻ വിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻ്റർ ഇൻ ടു ഔട്ടർ മോസ്റ്റ് പി സബ്ഷൻ. ഓക്കെ, അപ്പോൾ ദേ ഇൻക്ലൂഡ് ദി ഗ്രൂപ്പ് ഏത് 13 to 18. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് NS2 NP 1 to 6 എക്സെപ്റ്റ് ഹീലിയം. ഹീലിയത്തിൻ്റെത് നമ്മൾക്കറിയാം 1s2. ഓക്കെ, പിന്നെ ദേ ഇൻക്ലൂഡ് ഇതിലെന്തുണ്ടാവും മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. അപ്പം പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എലമെൻറ്റ്സ് വിച്ച് ബിലോങ്സ് ടു ഗ്രൂപ്പ് 13 to 18. ഓക്കെ, ഇനി നമുക്കിവിടെ ഫസ്റ്റ് പഠിക്കേണ്ടത് ടോപ്പിക്കിൽ കോമ്പൗണ്ട്സ് ഓഫ് ബോറോൺ ആണ്. ബോറോണിൻ്റെ കോമ്പൗണ്ട്. ഇതിൽ ഫസ്റ്റ് പറയുന്ന ബോറോണിൻ്റെ കോമ്പൗണ്ട് ഡൈബോറൈൻ. മോളിക്കുലർ ഫോമുല നോക്ക്, B2H6. ഇതിൻ്റെ പ്രത്യേകത ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ബോറോൺ ഹൈഡ്രൈഡ് ഈസ് കോൾഡ് ഡൈബോറൈൻ. സിംപ്ലസ്റ്റ് ബോറോൺ ഹൈഡ്രൈഡ് ഈസ് ബോറൈൻ BH3, വിച്ച് ഈസ് ഡൈമർ ഈസ് കോൾഡ് ഡൈബോറൈൻ. അതിൻ്റെ ഡൈമറിനെ നമ്മൾ പറയുന്ന പേരാണെന്ന് ഡൈബോറൈൻ. ഇനി അപ്പോൾ ഡൈബോറൈൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ദ സിംപ്ലസ്റ്റ് ബോറോൺ ഹൈഡ്രൈഡ് ആണ് BH3 ബോറൈൻ എന്ന് പറയും. വിച്ച് എക്സിസ്റ്റ് ആസ് എ ഡൈമർ ഈസ് കോൾഡ് ഡൈബോറൈൻ. B2H6 BH3യുടെ ഡൈമറാണ് B2H6. ഓക്കെ, അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രീറ്റിംഗ് ബോറോൺ ട്രൈഫ്ലൂറൈഡ് വിത്ത് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഇൻ ഈതർ. BF3നെ LiAlH4നോട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? B2H6 കിട്ടും. അതാണ് സാധാരണ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ്. ഇനി ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ലബോറട്ടറി. അത് നമ്മൾ ലബോറട്ടറി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബൈ ദി ഓക്സിഡേഷൻ ഓഫ് സോഡിയം ബോറോഹൈഡ്രൈഡ് വിത്ത് അയോഡിൻ, NaBH4 വിത്ത് അയോഡിൻ. ഈ രണ്ട് പ്രിപ്പറേഷൻ മെത്തേഡ് ഓർത്ത് നോക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ രണ്ട് പ്രിപ്പറേഷൻ മെത്തേഡ് കണ്ടു. തേർഡ് വൺ പറയുന്നത് ഇതൊന്ന് ഓർത്ത് നോക്കുക ശരിക്കും. ഡൈബോറൈൻ ഈസ് പ്രിപ്പയർഡ് ഇൻഡസ്ട്രിയലി ബൈ ദി ആക്ഷൻ ഓഫ് BF3 വിത്ത് സോഡിയം ഹൈഡ്രൈഡ്. BF3 വിത്ത് സോഡിയം ഹൈഡ്രൈഡ്. അപ്പം BF3നെ ആരോട് റിയാക്ട് ചെയ്യുക? സോഡിയം ഹൈഡ്രൈഡ്. അപ്പോൾ BF3 പ്ലസ് NaH. ടെമ്പറേച്ചർ പറയുന്നത് 450 Kelvin. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുക B2H6. അപ്പോൾ ഡൈബോറൈൻ്റെ കെമിക്കൽ ഫോമുല B2H6. ഓക്കെ, ദെൻ ഡൈബോറൈൻ്റെ പ്രത്യേകത ഡൈബോറൈൻ ഈസ് എ കളർലെസ് ഹൈലി ടോക്സിക് ഗ്യാസ്. ഓക്കെ, ഇറ്റ് ക്യാച്ചസ് ഫയർ സ്പോണ്ടേനിയസ്ലി ഓൺ എക്സ്പ്ലോഷൻ ടു എയർ. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും? ദിസ് ഡൈബോറൈൻ ബേൺ ഇൻ ഓക്സിജനിൽ ബേൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക ബോറിക് ഓക്സൈഡ് B2O3. ക്ലിയർ? B2O3 ഫോം ചെയ്യും ആൻഡ് ലിബറേറ്റ് മോർ എമൗണ്ട് ഓഫ് ഹീറ്റ്. ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ത് ചെയ്യും? ലിബറേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ബേണിംഗ് ഓഫ് ഡൈബോറൈൻ ഇൻ ഓക്സിജൻ ഈസ് എൻ എക്സാമ്പിൾ ഫോർ എക്സോതെർമിക് പ്രോസസ്. നിങ്ങളവിടെ നോക്കിയാൽ കാണും എക്സോതെർമിക് ആണെന്ന്, ΔH-. ഓക്കെ, ബേണിംഗ് ഓഫ് ഡൈബോറൈൻ ഈസ് എൻ എക്സാമ്പിൾ ഫോർ എൻ എക്സോതെർമിക് പ്രോസസ്. ക്ലിയർ? പിന്നെ ഇവിടെ പറയുന്നത് അത് ഹൈഡ്രോളൈസ് ചെയ്യുന്ന സമയത്ത് അത് ഡൈബോറൈൻ അണ്ടർഗോസ് ഹൈഡ്രോളിസിസ് ടു ഗിവ് ബോറിക് ആസിഡ്. ബോറിക് ആസിഡിൻ്റെ മോളിക്കുലർ ഫോമിൽ ഓർത്ത് വെക്കുക BOH ത്രൈസ് അല്ലെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് H3BO3. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഡൈബോറൈൻ റിയാക്ട്സ് വിത്ത് അമോണിയ, ദാറ്റ് ഇസ് B2H6 റിയാക്ട്സ് വിത്ത് അമോണിയ ടു ഫോം B2H6.2NH3. ഓക്കെ, B2H6.2NH3ന് നമ്മൾ പറയുന്നത് ഞാൻ കേട്ടോ, വിച്ച് ഓൺ ഫർദർ ഹീറ്റിംഗ് ടു ഗിവ് ബോറസിൻ B3N3H6. ബോറസിന് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബൊറാസോൾ എന്ന് പറയും. ബൊറാസിൻ ഓർ ബൊറാസോൾ B3N3H6. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇനോർഗാനിക് ബെൻസീൻ. അപ്പം എന്തുകൊണ്ട്? സ്ട്രക്ചർ ഈസ് സിമിലർ ടു ബെൻസീൻ വിത്ത് ഓൾട്ടർനേറ്റ് BH ആൻഡ് NH ഗ്രൂപ്പ്. ഓക്കെ, അതുകൊണ്ട് നമ്മളതിനെ ഇനോർഗാനിക് ബെൻസീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയാം, ഡൈബോറൈൻ റിയാക്ട്സ് വിത്ത് അമോണിയ ടു ഫോം എ കോമ്പൗണ്ട് നോൺ ആസ് ബൊറാസിൻ ഓർ ബൊറാസോൾ. ഇതിൻ്റെ കെമിക്കൽ ഫോമുല B3N3H6. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇനോർഗാനിക് ബെൻസീൻ. നെക്സ്റ്റ് പാർട്ട് ഇവിടെ സ്ട്രക്ചർ ഓഫ് ബെൻസീൻ. ചിലപ്പോൾ ഈ ബ്ലോക്കിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റൻ ആണ്. സ്ട്രക്ചർ ഓഫ് ഡൈബോറൈൻ. ഓക്കെ, സ്ട്രക്ചർ ഓഫ് ഡൈബോറൈൻ. അപ്പോൾ അതെങ്ങനെ നോക്കിയോ? ഇൻ ഡൈബോറൈൻ ദാറ്റ് ഈസ് B2H6. നിങ്ങൾ സ്ട്രക്ചർ ശരിക്കും നോക്കുക. അതിൽ ഈച്ച് ബോറോൺ ആറ്റം ഈസ് ഇൻ sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ദെൻ the two boron atoms and
4 hydrogen atoms lying in one plane. 2 ബോറോൺ ആറ്റും 4 ഹൈഡ്രജൻ ആറ്റും ഉള്ളത് ഒരു സിംഗിൾ പ്ലെയിനിലാണ്. ദെൻ ദീസ് 4 ഹൈഡ്രജൻ ആറ്റംസ് ആർ കോൾഡ് ടെർമിനൽ ഹൈഡ്രജൻ ആറ്റം. നിങ്ങൾ രണ്ടാമത്തെ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും, 2 സൈഡിലേക്ക് 4 ഹൈഡ്രജൻ പോകുന്നുണ്ട്, അത് ടെർമിനൽ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയും. ദെൻ ദി അതർ 2 ഹൈഡ്രജൻ ആറ്റം ഈസ് 1 എബോവ് ആൻഡ് ബിലോ ദി പ്ലെയിൻ, ബിലോ ദിസ് പ്ലെയിൻ. ഒന്ന് മുകളിലും ഒന്നും താഴെ നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. 2 സൈഡിലേക്ക് ടോട്ടൽ 4 ഹൈഡ്രജൻ ഉണ്ട്, മുകളിൽ ഒരു ഹൈഡ്രജൻ, താഴെ ഒരു ഹൈഡ്രജൻ. ഓക്കെ, ആ സെൻറ്ററിലുള്ള മുകളിലും താഴെയുള്ള ഹൈഡ്രജൻ നമ്മൾ പറയുന്ന പേരാണ് ബ്രിഡ്ജിങ് ഹൈഡ്രജൻ എന്ന് പറയും. ഓക്കെ, ദെൻ ദ 4 terminal boron hydrogen bonds are regular 2 center 2 electron bonds, while the 2 bridge boron hydrogen boron കണ്ടില്ലേ bonds are 3 center 2 electron. അതിന് 3 സെൻറ്റർ ഉണ്ട്. ബോറോണിൽ 3 സെൻറ്റർ ഉണ്ട്, അത്ര ഇലക്ട്രോൺ 2 ഇലക്ട്രോണും ഉണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ബനാന ബോൺസ് എന്ന് പറയും. ഓക്കെ, ബനാന ബോണ്ട് പറയും. പിന്നെ അവിടെ വേറെ പ്രത്യേകത, ഡൈബോറേൻ്റെ പ്രത്യേകത BH3 എടുത്തു കഴിഞ്ഞാൽ അത് 13th ഗ്രൂപ്പ് എലമെൻസിൻ്റെ ഹൈഡ്രൈഡ് ആണ്. സോ അതിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ കുറവാണുള്ളത്. സോ ദിസ് ഇസ് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് കോമ്പൗണ്ട് ആണ്. ഏത്? ഡൈബോറേൻ, ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് കോമ്പൗണ്ട്. ഓക്കെ, അപ്പം ഡൈബോറിൻ്റെ സ്ട്രക്ചർ പറയാൻ പറഞ്ഞാൽ ഒരു 4 ടെർമിനൽ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, 2 ബ്രിഡ്ജിങ് ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അതിൽ ടെർമിനൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പ്രത്യേകത അത് 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സെക്ഷൻ കിട്ടി. ഇനി നിങ്ങൾക്ക് അടുത്തൊരു ഹെഡിങ് നോക്കിയാൽ ഇവിടെ അല്ലോട്രോപ്സ് ഓഫ് കാർബണിൻ്റെ അല്ലോട്രോപ്പിക് ഫോംസ്. ഇപ്പോൾ വാട്ട് ഈസ് അല്ലോട്രോപ്പി എന്ന് പറഞ്ഞാൽ സിമ്പിൾ, ദ ഫിനോമിനൻ ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് എലമെൻറ്റ്സ് ഇൻ 2 or more ഫോംസ് വിത്ത് സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് ബട്ട് ഡിഫറെൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ കോൾഡ് അല്ലോട്രോപ്പി. ഫിനോമിനൻ ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് എലമെൻറ്റ്സ് ഇൻ 2 or more ഫോംസ് വിത്ത് സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് ബട്ട് ഡിഫറെൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ കോൾഡ് അല്ലോട്രോപ്പി. പിന്നെ ഡിഫറെൻറ്റ് അലോട്രോപ്പിക് ഫോംസ് ഓഫ് കാർബൺ ആർ. ഇപ്പോൾ കാർബൺ എക്സിസ്റ്റ് ചെയ്യുന്ന 2 ഫോമിലുണ്ട്. ഒന്ന് ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് അലോട്രോപ്സ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് ആർ ഗ്രാഫൈറ്റ്, ഡയമണ്ട് ആൻഡ് ഫുള്ളറീൻസ്. ഓക്കെ, ഗ്രാഫൈറ്റ്, ഡയമണ്ട് ആൻഡ് ഫുള്ളറീൻസ്. അതിലാദ്യം പറയുന്നത് ഡയമണ്ട് പ്രത്യേകത കാർബൺ ആറ്റം ഈസ് ഇൻ sp3 ഹൈബ്രിഡൈസ് സ്റ്റേറ്റ് ആണ്. അതായത് അത് അറേഞ്ച് ചെയ്യുന്നത് 4 കാർബൺ ആറ്റംസ് ആർ ഇൻ ടെട്രാഹൈഡ്രൽ മാനർ ആണ്. Okay, it is very difficult to break covalent bonds. Therefore, diamond is the hardest substance. ഇനി പറഞ്ഞാൽ it is used as an abrasive for either sharpening, either hard tools. പിന്നെ അതുപോലെ മേക്കിംഗ് ഡൈസ് എന്ന് പറയാൻ പറ്റും. പിന്നെ അത്രയൊന്നും ഓർത്ത് വെക്കുക, ശരിക്കും ആ യൂസസ് എല്ലാം ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഡയമണ്ട് പ്രത്യേകത ഒരു ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ്. അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ വരുന്ന sp3 ആണ്. പിന്നെ അത് ടെട്രാഹൈഡ്രൽ മാനറിലാണ് അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ അടുത്ത കേസിൽ ഓർത്ത് വെക്കുക, ഇതിൽ ഇറ്റ് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഓക്കെ, അതാണ് ഗ്രാഫൈറ്റിൻ്റെ പ്രത്യേകത. ഓക്കെ, ഡയമണ്ടിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി അടുത്തത് ഗ്രാഫൈറ്റ് പറയുന്ന സമയത്ത് ഗ്രാഫൈറ്റ് ഹാസ് എ ലെയേർഡ് സ്ട്രക്ചർ. അതിന് ലെയേർഡ് സ്ട്രക്ചർ ഉണ്ടാവുക. ഡിഫറെൻറ്റ് ലെയേഴ്സ് ആർ ഹെൽഡ് ബൈ വീക്ക് വാണ്ടർവാസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. വാണ്ടർവാസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പറയുന്നത് വീക്ക് ഫോഴ്സ് ആണ്. ഓക്കെ, അത് ഈച്ച് ലെയർ കണ്ടെയ്ൻസ് പ്ലാനാർ ഹെക്സഗൺ റിങ്. ഓക്കെ, പ്ലാനാർ ഹെക്സഗൺ റിങ്. ഓക്കെ, ഇനി അവിടെ കാർബൺ ആറ്റം ഉണ്ടാവുക sp2 ഹൈബ്രിഡൈസ് സ്റ്റേറ്റ് ആണ്. കാർബൺ ആറ്റം നമുക്ക് കെമിക്കൽ ബോണ്ടിങ്ങിൽ ക്ലിയർ ചെയ്യാത്. കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസേഷനിലാണ് ഉണ്ടാവുക. പിന്നെ അവിടെ 3, അതായത് മേക്സ് 3 sp3 ഹൈബ്രിഡൈസേഷൻ ഉണ്ട്. അതിന് മേക്സ് 3 കാർബൺ സിഗ്മ ബോൺസ് വിത്ത് 3 നൈബറിങ് കാർബൺ ആറ്റം. പിന്നെ അതുപോലെ 4th ഇലക്ട്രോൺസ് ഫോംസ് പൈ ബോണ്ട്. സ്ട്രക്ചർ ഒന്ന് ഓർത്ത് നോക്കാന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ അതേപോലെ പറയുന്നത് ഡ്യൂ ടു ദി ലെയേർഡ് സ്ട്രക്ചർ ഇറ്റ് ഈസ് വെരി സോഫ്റ്റ് ആൻഡ് സ്ലിപ്പറി. ഓക്കെ, ലെയേർഡ് സ്ട്രക്ചർ ഇല്ലോണ്ട് എന്താണ്, സോഫ്റ്റും ആണ് പിന്നെ സ്ലിപ്പറിയും ആണ്. ഫോർ ദിസ് റീസൺ ഗ്രാഫൈറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഡ്രൈ ലൂബ്രിക്കൻറ്റ് ഇൻ മെഷീൻസ് റണ്ണിങ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഓക്കെ, ഇപ്പോൾ ഗ്രാഫൈറ്റിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പെൻസിൽ ലെഡ് ആണ്. പിന്നെ ഗ്രാഫൈറ്റ് എന്നുള്ളത് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഗ്രാഫൈറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ലൂബ്രിക്കൻസ്. ഓക്കെ, ഡ്രൈ ലൂബ്രിക്കൻസ് ബിക്കോസ് ഓഫ് ദ വെരി സോഫ്റ്റ് ആൻഡ് സ്ലിപ്പറി പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 2 അലോട്രോപ്പിക് ഫോംസ് പഠിച്ചു. ഫസ്റ്റ് പഠിച്ചത് ഡയമണ്ട്, സെക്കൻഡ് വൺ ഗ്രാഫൈറ്റ്. ഇത് 2 ക്രിസ്റ്റലൈൻ ഫോമാണ്. ഇനി തേർഡ് പറയുന്നത് ഫുള്ളറീൻ എന്നുള്ളതും ക്രിസ്റ്റലൈൻ ഫോമാണ്. ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് ഓഫ് ഏത് കാർബൺ ആണ്. അതിൽ ഫുള്ളറീൻസിൻ്റെ പ്രത്യേകത ഇത് ദീസ് ആർ ദി കേജ് ലൈക്ക് സ്പെറിക്കൽ മോളിക്യൂൾസ് ഓഫ് ഫോമുല കാർബൺ 60, കാർബൺ 70, കാർബൺ 80 അങ്ങനെ പോകും. ഓക്കെ, ദെൻ ദീസ് ആർ പ്രിപ്പയർഡ് ബൈ ഹീറ്റിംഗ്
ഗ്രാഫൈറ്റ് ഇൻ എൻ ഇലക്ട്രിക് ആർക്ക് ഇൻ ദി പ്രസൻസ് ഓഫ് ഇനേർട്ട് ഗ്യാസ് ലൈക്ക് ഹീലിയം ഓർ ആർഗൺ. അപ്പോൾ എങ്ങനെയാണ് ഫുള്ളറിൻ പ്രിപ്പയർ ചെയ്യുക? ഫുള്ളറിൻ ഈസ് പ്രിപ്പയർഡ് ഫ്രം ഗ്രാഫൈറ്റ്. ഈസ് ഹീറ്റഡ്, ഗ്രാഫൈറ്റ് ഈസ് ഹീറ്റഡ് ഇൻ എൻ ഇലക്ട്രിക് ആർക്ക് പറഞ്ഞാൽ ഇലക്ട്രിക് ഹീറ്റ് ഉദ്ദേശിച്ചാൽ മതി. ഇൻ ദി പ്രസൻസ് ഓഫ് ഇനേർട്ട് ഗ്യാസ് ലൈക്ക് ഹീലിയം ഓർ ആർഗൺ. ഓക്കെ, ഇനി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മോസ്റ്റ്ലി കോമൺ ഫുള്ളറിനാണ് കാർബൺ-60. ഓക്കെ, വിച്ച് ഈസ് നോൺ ആസ് ബക്ക്മിൻസ്റ്റർ ഫുള്ളറിൻ. ബക്ക്മിൻസ്റ്റർ ഫുള്ളറിൻ ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അതിൻ്റെ സ്ട്രക്ചറിൽ അത് ഓർത്ത് വെച്ചാൽ മതി. ബക്ക്മിൻസ്റ്റർ ഫുള്ളറിൻ ഓർത്ത് വെച്ചാൽ മതി. കോമൺലി യൂസ്ഡ് ഫുള്ളറിൻ ഫോമാണ് കാർബൺ-60. ഓക്കെ, അതിൽ പ്രത്യേകത കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസേഷനിലാണ് ഉണ്ടാവുക. ഓക്കെ, ദെൻ ഈച്ച് കാർബൺ ആറ്റം ഫോംസ് 3 സിഗ്മ ബോൺസ് വിത്ത് അതർ 3 കാർബൺ ആറ്റംസ്. ഓക്കെ, ഓരോ കാർബണും 3 സിഗ്മ ബോണ്ട് ഉണ്ടാക്കും. പിന്നെ ദ റിമൈനിങ് ഇലക്ട്രോൺ ഓഫ് ഈച്ച് കാർബൺ ഈസ് ഡീലോക്കലൈസ്ഡ് ഇൻ മോളിക്കുലാർ ഓർബിറ്റൽ. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടുന്ന അറിയാം, ഇറ്റ് ഗിവ്സ് എൻ ആരോമാറ്റിക് ക്യാരക്ടർ ടു ദി മോളിക്യൂൾസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ സ്ട്രക്ചർ നോക്കിയാൽ മനസ്സിലാവും. അല്ല, ആദ്യത്തെ സ്ട്രക്ചർ ഞാൻ വരച്ചത് ഏതറിയാം, സ്ട്രക്ചർ ഓഫ് ഡയമണ്ട് ആണ്. ഓക്കെ, രണ്ടാമത്തെ സ്ട്രക്ചറാണ് നമ്മളുടെ ഗ്രാഫൈറ്റിൻ്റെത്. ഓക്കെ, തേർഡ് വൺ വരച്ചിരിക്കുന്നത് സ്ട്രക്ചർ ഓഫ് ഫുള്ളറിൻ ആണ്. ശരിക്കും എന്ന് പറയുന്നത് കാർബൺ-60 ആർ അറേഞ്ച്ഡ് അറ്റ് ദി കോർണേഴ്സ് ഓഫ് എ സോക്കർ ബോൾ. സോക്കർ ബോൾ എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോളിൻ്റെ കോർണർ ഫുട്ബോളിൻ്റെ കോർണറിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത പോലെയുണ്ട് അല്ലേ, ഫുട്ബോളിൽ അറേഞ്ച് ചെയ്ത പോലെയാണ് അതിൻ്റെ ഷേപ്പ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് നോക്കുക. പിന്നെ ഈ തെർമോഡൈനാമിക്കലി ഗ്രാഫൈറ്റ് ആണ് തെർമോഡൈനാമിക്കലി മോർ സ്റ്റേബിൾ. നെക്സ്റ്റ് സെക്ഷൻ ഞാൻ വരുന്നത് ഇവിടെ പറയുന്നത് അടുത്തത്, അതായത് അല്ലോട്രോപ്സ് കഴിഞ്ഞു. ആദ്യം ഡൈബോറിൻ്റെ കഴിഞ്ഞു, പി ബ്ലോക്കിൽ ഡൈബോറിൻ്റെ കഴിഞ്ഞു. രണ്ടാമത് എന്ത് ചെയ്തു, നമ്മൾ അല്ലോട്രോപ്പിക് ഫോംസ് ഓഫ് കാർബൺ ഡിസ്കസ് ചെയ്തു. ഇതിനടുത്ത് ഞാൻ പറയുന്നത് കാർബൺ മോണോക്സൈഡ്, കാർബണിൻ്റെ ഒരു ഓക്സൈഡേ പഠിക്കാനുള്ളൂ, കാർബൺ മോണോക്സൈഡ്. അത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡ് കാർബൺ ബേൺ ഇൻ ഓക്സിജൻ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ. അതായത് കാർബൺ ബേൺ ഇൻ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ ടു ഗെറ്റ് കാർബൺ മോണോക്സൈഡ്. C+½ gives CO എന്ന് എഴുതാം. ഓക്കെ, 2C+O2 gives 2CO. പിന്നെ രണ്ടാമത് പറയുന്നത് ഡീഹൈഡ്രേഷൻ ഓഫ് ഫോമിക് ആസിഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അറ്റ് എബൌട്ട് 373 Kelvin. ഫോമിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോമുല നമ്മൾക്കറിയാം, HCOOH. ഓക്കെ, അപ്പോൾ HCOH അത് നോർത്ത് നോക്കുക. പിന്നെ അത് കമേഴ്ഷ്യലി പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ മുന്നേ ഹൈഡ്രജൻ എന്നൊരു ടോപ്പിക്കിൽ കേട്ടിട്ടുണ്ട്. അത് വാട്ട് ഈസ് വാട്ടർ ഗ്യാസ് എന്നത്. പിന്നെ കാർബൺ മോണോക്സൈഡ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ പാസിങ് സ്റ്റീം ഓവർ റെഡ് ഹോട്ട് കോക്ക്. അപ്പോൾ നമുക്കവിടെ സ്റ്റീം റെഡ് ഹോട്ട് കോക്കിന് മുകളിലൂടെ പാസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ 1273 Kelvin എന്നാണ് പറയുന്നത്. 70 Kelvin ആയാലും കുഴപ്പമില്ല. അപ്പം നമുക്കവിടെ കിട്ടുന്നത് മിക്സർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. ദിസ് ഈസ് കോൾഡ് വാട്ടർ ഗ്യാസ് ഓർ സിൻ ഗ്യാസ് ഓർ സിന്തസിസ് ഗ്യാസ്. ഓക്കെ, നമ്മൾ ഹൈഡ്രജനിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇൻസ്റ്റഡ് സ്റ്റീം നമ്മൾ എയറാണ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്റ്റീമിന് പകരം H2O ഗ്യാസ് ഇല്ല, അതിന് പകരം എയറാണ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ, റെഡ് ഹോട്ട് കോക്കിനുള്ള പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ മിക്സർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രജൻ കിട്ടും. മിക്സർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രജൻ. ദിസ് ഈസ് കോമൺലി നോൺ ആസ് പ്രൊഡ്യൂസർ ഗ്യാസ്. ഇപ്പോൾ നമ്മൾ മനസ്സിലൂടെ വരിക, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ടർ ഗ്യാസ് ആൻഡ് പ്രൊഡ്യൂസർ ഗ്യാസ്? അപ്പം പറയാം, വാട്ടർ ഗ്യാസ് ഈസ് എ മിക്സർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് hydrogen, while producer gas is a mixture of carbon monoxide and nitrogen. Okay, both water gas and producer gas are used as a fuel ആണ്. ഓക്കെ, ഒന്ന് ഓർത്ത് നോക്കുക. സെക്കൻഡ്, ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ പറയുന്നത് ഇതൊരു റെഡ്യൂസിങ് ഏജൻ്റ് ആണ്, ടോക്സിക് ആണ്, ഇൻസോലുബിൾ ഇൻ വാട്ടർ ആണ്, ഇറ്റ് ഇസ് എ പവർഫുൾ റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ നമുക്ക് Fe2O3 എന്താക്കി മാറ്റും, Fe ആക്കി മാറ്റുന്നുണ്ട്. സിങ്ക് ഓക്സിജൻ എന്താക്കി മാറ്റുന്നുണ്ട്, സിങ്ക് ആക്കി മാറ്റും. അത് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. പിന്നെ കാർബൺ ഓക്സൈഡിൻ്റെ പ്രത്യേകത കണ്ടെയ്നിങ് 1 സിഗ്മ ബോണ്ട് ആൻഡ് 2 പൈ ബോണ്ട്സ് ബിറ്റ്വീൻ കാർബൺ ആൻഡ് ഓക്സിജൻ ആറ്റം. അതൊന്ന് ഓർത്ത് നോക്കുക. ഓക്കെ, ഇലക്ട്രോൺ ഡോണറാണ്, റിയാക്ട്സ് വിത്ത് മെറ്റൽ ടു ഫോം മെറ്റൽ കാർബണൈൽ. ഇലക്ട്രോൺ ഡോണർ എന്ന് പറയാൻ കാരണം നമുക്ക് കുറച്ചതിൻ്റെ കെമിക്കൽ ബോണ്ടിങ് എന്ന ടോപ്പിക് എടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. കാരണം ഞാനത് കെമിക്കൽ ബോണ്ടിങ് എന്നുള്ളത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ എല്ലാം വരക്കേണ്ട ടോപ്പിക്കാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വരച്ച് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ വെച്ചത്. അത് ഇനി അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾക്ക് എടുക്കാൻ കുറച്ചുണ്ട്. ഓക്കെ, അപ്പം ഓർത്ത് നോക്കുക, കാർബൺ മോണോക്സൈഡ് കണ്ടെയ്നിങ്
1 സിഗ്മ ബോണ്ട് ആൻഡ് 2 പൈ ബോണ്ട്. അതെന്ത് ഫോം ചെയ്യും? മെറ്റൽ കാർബണൈൽസ്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചാൽ ഞങ്ങൾ ഇവിടെ കാർബൺ മോണോക്സൈഡ് എന്നുള്ളത് ഹൈലി പോയിസണസ് ആണ്. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് ഹൈലി സ്റ്റേബിൾ കോംപ്ലക്സ്. ഇറ്റ് ഫോംസ് ഹൈലി സ്റ്റേബിൾ കോംപ്ലക്സ് വിത്ത് ഹീമോഗ്ലോബിൻ. ഓക്കെ, ഞാൻ പറയുന്നത് അത് നമ്മളെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടെങ്കിൽ അത് ആരോട് കമ്പൈൻ ചെയ്യും? കമ്പൈൻസ് വിത്ത് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനോട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ കാർബോക്സി ഹീമോഗ്ലോബിൻ കോംപ്ലക്സ് ഫോം ചെയ്യും. ഓക്കെ, കാർബോക്സി ഹീമോഗ്ലോബിൻ കോംപ്ലക്സ് നമ്മളെ ശരീരത്തിൽ നിന്നുണ്ട് ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ ഹീമോഗ്ലോബിനോട് കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ ഓക്സി ഹീമോഗ്ലോബിൻ കോംപ്ലക്സ് ഉണ്ടാവും. അതിൽ കാർബോക്സി ഹീമോഗ്ലോബിൻ കോംപ്ലക്സ് ഈസ് 300 ടൈംസ് സ്റ്റേബിൾ ദാൻ ഓക്സി ഹീമോഗ്ലോബിൻ കോംപ്ലക്സ്. അപ്പം നമ്മളെ ശരീരത്തിനകത്ത് ഏതിൻ്റെ പ്രസൻസ് വരും? കാർബൺ മോണോക്സൈഡിൻ്റെ പ്രസൻസ് വരും. അപ്പം ദിസ് പ്രിവെൻറ്റ്സ് ദി ഹീമോഗ്ലോബിൻ ഇൻ RBC ഫ്രം ക്യാരിങ് ഓക്സിജൻ റൗണ്ട് ദി ബോഡി. ഓക്കെ, അതായത് നമുക്ക് RBCയിൽ നിന്ന് നമ്മൾ ഓക്സിജൻ ക്യാരി ചെയ്യുന്നത് അതിൻ്റെ എന്നത് പ്രിവെൻറ്റ് ചെയ്യും. ഇതിൻ്റെ ഹീമോഗ്ലോബിൻ്റെ RBCൻ്റെ പ്രിവെൻറ്റ് ചെയ്യും ഓക്സിജൻ ക്യാരി ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ലാക്ക് ഓഫ് ഓക്സിജൻ ഈസ് പ്രസൻറ്റ് ഇൻ അവർ ബോഡി. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ റിസൾട്ട്സ് ഇൻ ഹെഡേക്ക്, അല്ലെങ്കിൽ വീക്ക് ഐസൈറ്റ്, അല്ലെങ്കിൽ നെർവിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടാകും. ലാസ്റ്റ് ഇറ്റ് വിൽ കോസ് ഡെത്ത്. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെയും പറഞ്ഞാൽ മതി. ഇതിൽ എഴുതിയിരിക്കുന്ന പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞില്ല, ഒന്നും കൂടെ ഞാൻ ക്ലിയർ ചെയ്താൽ കാർബോക്സി ഹീമോഗ്ലോബിൻ കോംപ്ലക്സ് ഈസ് 300 ടൈംസ് സ്റ്റേബിൾ ദാൻ ഓക്സി ഹീമോഗ്ലോബിൻ കോംപ്ലക്സ്. അങ്ങനെയാണെങ്കിൽ ദി ഓക്സിജൻ പ്രസൻറ്റ് ഇൻ ദി ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യുന്നു? ഡിക്രീസസ്. സോ ലാസ്റ്റ് ഇറ്റ് വിൽ കോസ് ഡെത്ത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ടോപ്പിക്കിൽ ഇപ്പം പറഞ്ഞിരിക്കുന്ന ആദ്യത്തേത് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ഏതാണ്? ഡൈബോറിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രക്ചറാണ്. സെക്കൻഡ് കേസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പിന്നെ കാർബണിൻ്റെ അലോട്രോപ്പിക് ഫോംസ് ആണ്. തേർഡ് കേസിൽ ഞാൻ പറഞ്ഞത് കാർബൺ മോണോക്സൈഡ്. ഇന്ന് ലാസ്റ്റ് ഒരു സിമ്പിൾ സെക്ഷൻ മാത്രം പി ബ്ലോക്കിൽ സിലിക്കോൺസ്. സിലിക്കോൺസ് ആർ ദി ഗ്രൂപ്പ് ഓഫ് ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ് വിച്ച് ഹാവ് എ റിപ്പീറ്റിംഗ് യൂണിറ്റ്. ഏതറിയാം? R2SiO. R മീൻസ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കും ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പ്, മീത്തൈൽ, ഈത്തൈൽ, പ്രൊപ്പൈൽ അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ പറഞ്ഞാൽ ദി സിലിക്കോൺസ് ആർ ദി ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ് കണ്ടെയ്നിങ് R2SiO റിപ്പീറ്റിംഗ് യൂണിറ്റ്സ്. ഓക്കെ, R2SiO റിപ്പീറ്റിംഗ് യൂണിറ്റ്സ്. ഇനി ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡ് ഉണ്ടാവും. വെൻ methyl chloride reacts with silicon in the presence of copper catalyst at a temperature is 573 Kelvin to get dichlorosilane, dimethyl dichlorosilane, അതായത് CH3 twice SiCl2 and another methyl group substitute ചെയ്യുന്ന സമയത്ത് ക്ലോറോസിലേൻ ആർ ഫോംഡ്. ക്ലോറോസിലേൻ എന്തെങ്കിലും ഫോം ചെയ്തു. ഓക്കെ, ക്ലോറോസിലേൻ. Then hydrolysis of dichlorosilane followed by condensation gives a straight chain polymer. നിങ്ങൾ നോക്ക്, ഇവിടെ CH3Cl Siനോട് കമ്പൈൻ ചെയ്തപ്പം CH3 twice SiCl2 കിട്ടി. അങ്ങനെ ഹൈഡ്രോളൈസ് ചെയ്യുന്ന സമയത്ത് CH3 twice SiOH twice കിട്ടി. Cl മാറി OH വന്നു. പിന്നെ അതിനെ പോളിമറൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് കിട്ടിയത്? R2SiO റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഉള്ള കോമ്പൗണ്ട്. ദിസ് ഈസ് കോൾഡ് സിലിക്കോൺസ്. അപ്പോൾ സിലിക്കോൺസ് കണ്ടെയ്നിങ് R2SiO റിപ്പീറ്റിംഗ് യൂണിറ്റ്സ്. ഓക്കെ, അതിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ ദീസ് ആർ വാട്ടർ റിപ്പലിംഗ് ഇൻ നേച്ചർ, ഹൈ തെർമൽ സ്റ്റെബിലിറ്റി ആണ്, ഹൈ ഡൈലക്ട്രിക് സ്ട്രെങ്ത് ആണ്, ആൻഡ് റെസിസ്റ്റൻസ് ടു ഓക്സിഡേഷൻ കെമിക്കൽസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? സർജിക്കൽ ആൻഡ് കോസ്മെറ്റിക് പ്ലാന്റ്സിലെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്ര യൂസസ് എല്ലാം ഒന്ന് ഓർത്ത് നോക്കുക. ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആണ്, അതൊന്ന് ഓർത്ത് നോക്കുക. പിന്നെ യൂസ്ഡ് ആസ് എ സീലൻറ്റ് ആൻഡ് ഗ്രീസ്, പിന്നെ അതേപോലെ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ് എല്ലാം ഓർത്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ഇപ്പം ഈ പി ബ്ലോക്ക് എലമെൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒന്ന് ഫസ്റ്റ് ഡൈബോറൈൻ അതിൻ്റെ പ്രിപ്പറേഷനും സ്ട്രക്ചറും. സെക്കൻഡ് കേസിൽ അലോട്രോപ്സ് ഓഫ് കാർബണിൻ്റെ 2 അലോട്രോപ്സ് ഉണ്ട്. ഒന്ന് നമ്മളുടെ ക്രിസ്റ്റലൈൻ ഫോം, മറ്റേ അമോർഫസ് ആവും. ക്രിസ്റ്റലൈൻ ഫോംസാണ് പഠിച്ചത് ഡയമണ്ട്, ഗ്രാഫൈറ്റ് ആൻഡ് ഫുള്ളറൈൻസ്. ഓക്കെ, പിന്നെ അതിനുശേഷം പഠിച്ചത് കാർബണിൻ്റെ ഓക്സൈഡ്, ഏത്? കാർബൺ മോണോക്സൈഡ്.
പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ പഠിച്ചിരിക്കുന്നത് സിലിക്കോൺസിൽ ഇപ്പം കണ്ടു R2SiO റിപ്പീറ്റിംഗ് യൂണിറ്റ്സ്.